ശബരിമല വിഷയത്തിൽ നാമജപവുമായി ഇറങ്ങിയ NSS അണികൾ BJP-യിലേക്കാണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. NSS-ന് സമദൂരമുണ്ടെങ്കിലും പണ്ടും അതിനകത്ത് ഒരു ദൂരമുണ്ടായിരുന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അവരുടെ എല്ലാ രൂപവും ജനങ്ങൾക്ക് മനസ്സിലായി. സമദൂരം പറഞ്ഞ് കാലാകാലങ്ങളിൽ സർക്കാരുകളിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ അവർ നേടി. എന്നാൽ സർക്കാരുകൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കാതെ പോയി. അത് അവരുടെ കുറ്റമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം ഇനിയൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടു പോകേണ്ടെന്ന് തീരുമാനിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുമ്പ് BJP ഉൾപ്പെടെ ഉള്ളവരുമായി സഹകരിച്ചിട്ടുണ്ടെന്ന് യോഗം. BJP-ക്കാരുടെ ഹെലികോപ്റ്ററിൽ ഞാൻ കയറി പ്രചാരണത്തിന് പോയിട്ടുണ്ട്. അതൊക്കെ വിവരമില്ലായ്മയായി കണക്കാക്കിയാൽ മതി. ഇനി എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ നിലപാടായിരിക്കും. BJP-യോട് പ്രത്യേക മമതയോ കോൺഗ്രസിനോടും CPM-നോടും അകൽച്ചയോ ഉണ്ടാകില്ല. സമുദായാംഗങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യാം. ശബരിമലയിൽ വിശ്വാസികളായ 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ പ്രവേശിക്കില്ലെന്നാണ് വിശ്വാസം. അതിന്റെ പേരിൽ തെരുവിൽ കലഹത്തിനിറങ്ങാൻ സമുദായമില്ല, ഇറങ്ങിയിട്ട് പ്രയോജനമില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ശബരിമല സമരത്തിന്റെ പേരിൽ സമുദായാംഗങ്ങൾ സമരത്തിനിറങ്ങിയാൽ ജയിലിലായാൽ ആരും തിരിഞ്ഞു നോക്കില്ല. അമ്പലങ്ങളുടെ ഗുണം മറ്റുള്ളവർക്കാണെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. മുൻ DGP സെൻകുമാർ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ ഈ സർക്കാരിനായില്ല. ഒരുപാട് ദ്രോഹിച്ചു. അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുത്ത സെൻകുമാർ NSS ജനറൽ സെക്രട്ടറിക്ക് സല്യൂട്ട് അടിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ജനറൽ സെക്രട്ടറിയോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ലെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-മായി അകന്നു നിന്ന വെള്ളാപ്പള്ളി BJP-യുടെ അവഗണന കാരണമാണ് NDA-യിൽ നിന്ന് അകന്നത്. BDJS-ന്റെ പൂർണ്ണ ചുമതല മകൻ തുഷാറിനെ ഏൽപ്പിച്ചു. ഇപ്പോൾ BJP നേട്ടമുണ്ടാക്കിയെങ്കിലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അവരുടെ കൂടെയുള്ളവർ ആരൊക്കെ വിട്ടുപോകുമെന്നും ആരൊക്കെ കൂടെ കാണുമെന്നും കാത്തിരിക്കണമെന്നും വെള്ളാപ്പള്ളി ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ലോക്സഭാ സീറ്റ് വിഭജനത്തിന് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ BDJS NDA വിടുന്നതിന്റെ സൂചനയാണിതെന്ന് കരുതുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.